നമസ്കാരം. ക്യാൻസർ രോഗികളെ സ്വകാര്യ ആശുപത്രികൾക്ക് കൂട്ടിക്കൊടുക്കുന്ന മാമാപ്പണിയോ ഇത്? ലോക ക്യാൻസർ ഡേ ഫെബ്രുവരി 4-നാണ്. ക്യാൻസർ പരിശോധന അത് സർക്കാരിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പല സ്വകാര്യ സ്ഥാപനങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയൊക്കെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ പരിശോധന എന്ന പേരിൽ നടത്താറുണ്ട്, നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ തട്ടിപ്പ് തന്നെയുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മളിന്ന് പ്രേക്ഷകരുടെ മുന്നിൽ വയ്ക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഈ ലോക ക്യാൻസർ ഡേ ഫെബ്രുവരി 4 എന്ന് ഞാൻ പറഞ്ഞല്ലോ. മറ്റൊന്ന് ലോക സ്തനാർബുദ ദിനമാണ്. സ്തനാർബുദ ദിനം, അതായത് ലോക സ്തനാർബുദ ദിനം ഒരു പ്രത്യേക തീയതിയില്ല, മറിച്ച് അവബോധത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഒരു കാലഘട്ടമാണത്. ഇത് ആഗോളതലത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു പരിപാടിയുമാണ്. എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലാണ് സ്തനാർബുദത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായിട്ട് സ്തനാർബുദ അവബോധ മാസമായിട്ട് ഇത് ആചരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ദിവസമൊന്നുമില്ല. കൂടാതെ ഓരോ ക്യാൻസറിനും ഓരോരോ ദിനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ആ ദിവസം അത് വിപുലമായി ആഘോഷിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഈ ദിനങ്ങളിൽ ഈ അസുഖത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിലും അതിലുപരി ഇത്തരം രോഗികളെ ഇത്തരത്തിലുള്ള സ്വകാര്യ ആശുപത്രികളിലേക്ക് എത്തിക്കുന്നതിനുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഫണ്ട് ചെയ്യുന്നതും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഇവിടുത്തെ ഈ ഫാർമ കമ്പനികളാണ്. അതായത് ഈ ഇതുപോലുള്ള രോഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മരുന്ന് കമ്പനികൾ, അവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ പെട്ടെന്ന് വ്യാപിക്കുകയും അതുപോലെ തന്നെ ഏറ്റവും ലാഭകരവുമായിട്ടുള്ള ചികിത്സാ മാർഗവുമാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകളും ഇത്തരത്തിലുള്ള ഭീകര മരുന്ന് കമ്പനികൾ അവർ ചേർന്ന് സർക്കാരിനെ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നതിലൂടെ ആളുകളുടെ മനസ്സിൽ ഭീതി നിറയ്ക്കുക, അവരെ കൂടുതൽ ആശങ്കയിലാക്കുക, അവർ തന്നെ പോയി ക്യാൻസറിനുള്ള ടെസ്റ്റ് നടത്തുക എന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടുന്നു. അപ്പോൾ ആ ടെസ്റ്റിനകത്ത് ഏതെങ്കിലും വിധത്തിൽ ക്യാൻസർ സാധ്യത ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ അവരെ ആശുപത്രികളിലേക്ക് എത്തിക്കുക എന്ന ജോലി എളുപ്പമാകും. അതാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നതിലൂടെ ഇവർ പറയുന്നത് ആയിരക്കണക്കിന് പേരെ ക്യാൻസർ രോഗലക്ഷണമുള്ളവരാണ് എന്ന് കണ്ടുപിടിച്ചു എന്നാണ്. എന്നാൽ അതിനുശേഷം ഇവരുടെ തുടർ ചികിത്സാ പദ്ധതി എന്താണ്? യാതൊരു തരത്തിലുമുള്ള തുടർ ചികിത്സാ രീതികൾ ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരാൾ തിരിച്ചറിയുകയാണ് തനിക്ക് ക്യാൻസറാണ് അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ തുടക്കമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് അതോടുകൂടി ആധിയാവുകയാണ്. പിന്നെ എത്രയും പെട്ടെന്ന് ആ രോഗത്തിൽ നിന്നും വിടുതൽ നേടാൻ അതിനു വേണ്ടിയിട്ടുള്ള യാത്രയാണ്. സ്വന്തം കിടപ്പാടം വിൽക്കുകയോ അല്ലെങ്കിൽ കടം വാങ്ങാൻ നിർബന്ധിതരാകുകയോ ചെയ്യപ്പെടും ഇവർ. അപ്പോൾ ഈ മാഫിയകളുടെ രീതി വെറുതെ രോഗം ഐഡൻറ്റിഫൈ ചെയ്ത് വിടുക മാത്രമേ ഉള്ളൂ. ഇവരുടെ പരിപാടി അതുമാത്രമാണ്. കാരണം രോഗമുണ്ട് എന്ന് കണ്ടെത്തിയാൽ രോഗി ആരാണോ അയാൾ ചികിത്സ തേടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചികിത്സാലയങ്ങളിൽ ഇവരെ എത്തിക്കുവാനും അവർക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ ഇത്തരം ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്ന സർക്കാർ നേതൃത്വത്തിലുള്ള ഇത്തരം പദ്ധതികളിലൂടെ രോഗികളാണ് എന്ന് പറയുന്നവർക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട്, അതായത് ഇപ്പോൾ വലിയ സാമ്പത്തികമൊക്കെ ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള ഒരു സഹായവും അത് ഗവൺമെൻറ് ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിലും ഒന്നും ആവശ്യമില്ലാത്തവരാണ്. എന്നാൽ ഇടത്തരക്കാരും പാവപ്പെട്ട സാധാരണ ജനങ്ങളും ഒക്കെ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുടുംബം തകരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതായത് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇതിൻ്റെ ചികിത്സയിലേക്ക് പോയി കഴിഞ്ഞാൽ അത്തരത്തിലൊരു തകർന്ന തരിപ്പണമായി പോകും. അപ്പോൾ അവർക്ക് താങ്ങാവുന്ന തരത്തിൽ സർക്കാർ സംവിധാനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ചികിത്സാ സംവിധാനങ്ങളും നടപ്പിലാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇത്തരക്കാർക്ക് ഒരു ഇൻഷുറൻസ് പോലുള്ള പദ്ധതികളോ അത്തരത്തിലേതെങ്കിലുമൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതാണ്. അതായത് തുടർ ചികിത്സയ്ക്കായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു പദ്ധതികളും ഇവിടെ ആവിഷ്കരിക്കുന്നില്ല എന്നുള്ളതാണ്. സർക്കാർ സംവിധാനങ്ങളിൽ പോലും യാതൊരു ചികിത്സയും സഹായവും ലഭിക്കുകയുമില്ല. അതുവഴി ഈ മാഫിയകൾ ലക്ഷ്യം വെക്കുന്നത് ആളുകളുടെ മനസ്സിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഭീതി ഉളവാക്കി അവരെ സ്വകാര്യ ആശുപത്രികളിലേക്ക് എത്തിക്കുക എന്നതാണ്. അപ്പോൾ ഈ പദ്ധതി എന്ന് പറയപ്പെടുന്നത് ഇവരുടെ പദ്ധതിയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജനങ്ങളെ പാനിക്കാക്കുക, എന്നിട്ട് അവരെ ഉന്തിത്തള്ളി ഈ സ്വകാര്യ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക. അവർ കുടുംബം വിട്ടിട്ടാണെങ്കിലും അവരുടെ പണം അടിച്ചു മാറ്റുക എന്നതാണ് ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. അതായത് ഇതിലൂടെ സമൂഹത്തിന് നന്മ വരുന്ന ഒന്നും തന്നെ നടപ്പാക്കാതെ ഈ പദ്ധതിയുടെ പേര് പറഞ്ഞ് കോടികൾ അടിച്ചു മാറ്റാൻ കഴിയുമെന്നത് മാത്രമാണ് ഇതിൻ്റെ മെച്ചമെന്ന് പറയുന്നത്. കാരണം ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള ഓഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല.
അക്ഷരാർത്ഥത്തിൽ ഇതൊരു തട്ടിപ്പിന് വേണ്ടിയുള്ള ഒരു പദ്ധതി മാത്രമായി തീരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മുടെ ആരോഗ്യ വകുപ്പ് വിപുലമായിട്ടുള്ള പ്രചാരണത്തോടു കൂടി സംഘടിപ്പിച്ച സംസ്ഥാനതല ക്യാൻസർ ക്യാമ്പയിനിൽ ക്യാൻസർ ക്യാമ്പയിനിൽ സ്ഥാനാർബുദ സാധ്യത സ്ഥിരീകരിക്കുവാൻ ശുപാർശ ചെയ്ത 32,000-ഓളം സ്ത്രീകളിൽ ഇതുവരെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയത് എത്ര പേർക്കാണ്? 2,000 പേർക്ക്. ഇവിടെ തുടർ പരിശോധന ലഭിക്കുന്നത് ഭൂരിപക്ഷം പേർക്കുമാണ്. എന്നാൽ എല്ലാ സ്ത്രീകളെയും ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും ചെയ്തിരുന്നു. രോഗം സംശയിക്കുന്നവർക്കും പരിശോധനയും ചികിത്സയും ഉറപ്പാക്കുന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഭൂരിപക്ഷത്തിനും തുടർ പരിശോധന ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സ്ഥാനാർബുദ സാധ്യതയുണ്ടെന്ന് സംശയിക്കുന്ന 32,312 സ്ത്രീകളെ ഇതുവരെ കണ്ടെത്തി. ഇവർക്ക് രോഗമുണ്ടോ എന്ന് കണ്ടെത്താൻ വിശദമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. അതായത് ഈ മാമോഗ്രാം പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് 17,596 പേരെയും അൾട്രാസൗണ്ട് സ്കാനിങ്ങിനായിട്ട് 9,815 പേരെയുമാണ് ശുപാർശ ചെയ്തത്. ശേഷിക്കുന്നവർക്ക് മറ്റ് പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. എങ്കിലും മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ. രോഗസാധ്യത സംശയിക്കുന്നവരിൽ ഭൂരിഭാഗവും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഇവർക്ക് സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി ചികിത്സ നടത്തുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ സംസ്ഥാനത്തെ ഏതാനും ചില ജില്ലാ ജനറൽ ആശുപത്രികളിലാണ് ഈ മാമോഗ്രാം മെഷീൻ ഉള്ളത് പോലും. എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജിലും ഈ മെഷീൻ ഉണ്ട്, പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലില്ല. ഒരു മെഷീനിൽ പരമാവധി 5 പരിശോധന മാത്രമാകും നടത്താനാകുക. സ്വകാര്യ സ്കാനിംഗ് സെൻ്ററുകളിൽ മാമോഗ്രാമിന് ചിലവ് കൂടുതലുമാണ്. അപ്പോൾ ഇവരെ സ്വകാര്യ ആശുപത്രികളിലേക്ക് എത്തിക്കും, സ്വകാര്യ സ്കാനിംഗ് സെൻ്ററിലേക്ക് എത്തിക്കും. അതും ഇത്തരത്തിൽ സ്വകാര്യ സംവിധാനങ്ങളെ കുറച്ചുകൂടി കൊഴുപ്പ് കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണിത്. അവരിലേക്ക് പണം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണിത്. നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്തുകൊണ്ടാണ് തഴച്ചു വളരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് രോഗികൾക്ക് പോകേണ്ടി വരുന്നത് അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇവിടെയും സ്വകാര്യ കമ്പനികൾ പിടിമുറുക്കുകയാണ് എല്ലാ കാര്യത്തിലും. അത് നമ്മുടെ സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്. 30 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളെയും ക്യാൻസർ സാധ്യതാ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചത്. എങ്കിലും അത് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഫെബ്രുവരി 4 മുതൽ മാർച്ച് 8 വരെ നടന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് 11.12 ലക്ഷം പേരാണ് എത്തിയത്. ഇതിൽ 6,42,144 പേർ വീട്ടമ്മമാർ. സർക്കാർ സർവീസിൽ 3 ലക്ഷത്തോളം സ്ത്രീകൾ ഉണ്ട് എങ്കിലും 1 ലക്ഷത്തോളം പേർ മാത്രമാണ് ഇവിടെ എത്തിയത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 10 ലക്ഷത്തിലേറെ സ്ത്രീകൾ ഉള്ളതിൽ 46,000 പേര് മാത്രമാണ് വന്നത്. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. രോഗം ഐഡൻറ്റിഫൈ ചെയ്യുന്നവർക്ക് ചികിത്സിക്കാനോ അവരെ തുടർ ചികിത്സകൾക്ക് വിധേയമാക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തിന് ഈ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളത്. അത്രയും ഗതികേടാണ് സർക്കാർ സംവിധാനങ്ങൾ. ഈ കഴിഞ്ഞയിടെ മലയാള മനോരമ തന്നെ തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയുമായിട്ട് ചേർന്നിട്ട് കേരള ക്യാൻ എന്ന ഒരു പരിപാടി അത് വർഷങ്ങളായിട്ട് നടത്തി വരുന്നതാണ്. എന്നിട്ട് ഇവരൊക്കെ ചേർന്ന് പറയും കോടികളുടെ ചികിത്സാ സഹായം സൗജന്യമായി നൽകിയെന്ന്. എന്നാൽ അത് ആർക്കാ കിട്ടിയത്, ആർക്കാ കൊടുത്തത് സൗജന്യമായി എന്ന് പറയാമോ? ജനങ്ങളെ പിഴിഞ്ഞു തിന്നുന്ന കാർക്കോടകന്മാരാണ് ഇതുപോലുള്ള സ്വകാര്യ ആശുപത്രികളും അവിടുത്തെ മാനേജ്മെൻറ്റും എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് സാധാരണയായിട്ടുള്ള നമ്മുടെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ഒന്നുമില്ല. അതേസമയം ഇതുപോലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ സ്പോൺസർഷിപ്പും ബ്രാൻഡിങ്ങും നേടിയെടുക്കുവാനുള്ള ഒരു ക്യാമ്പയിനാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന പത്രങ്ങളാണെങ്കിലും ആശുപത്രികളാണെങ്കിലും ആരാണെങ്കിലും. അപ്പോൾ അതായത് ഓരോ തവണയും ഇവർക്ക് ജനങ്ങളിലേക്ക് വിടേണ്ട ഒരു അജണ്ട ഉണ്ടാകും. ആ അജണ്ട പത്രമാധ്യമത്തിലൂടെ പുറത്തുവിടുന്നു. എന്നിട്ട് ഇതിൽ സഹകരിക്കുന്ന ആശുപത്രിയിലേക്ക് പരമാവധി ഈ ക്യാൻസർ രോഗികളെ അങ്ങോട്ട് കയറ്റുക എന്ന പണിയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ഈ പദ്ധതിയുടെ പേരിൽ ബില്ല് കൂട്ടിയിടുക, എന്നിട്ട് ഒരു നിശ്ചിത തുക അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുക. അപ്പോൾ അതിലൂടെ ആ സ്ഥാപനത്തിൻ്റെ CSR ഫണ്ട് അത് ഇതിലൂടെ വിനിയോഗിച്ചുവെന്ന് കാണിക്കുവാനും പറ്റും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബില്ല് കയറ്റിയിട്ടിട്ട് ഒരു 5-10% കുറച്ചു കൊടുക്കുക കൂടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവർ ഹാപ്പി ആവുകയും ചെയ്യുന്നു. അങ്ങനെ ആളുകൾ പത്രമാധ്യമം വഴി നടത്തുന്ന പ്രമുഖ ക്യാൻസർ പരിപാടിയാണല്ലോ എന്ന് കരുതി അവർ എന്ത് ചെയ്യും? ആളുകൾ ഒരു അവയർനെസ് വരും അവർക്ക്. കൂടാതെ ആളുകൾ എല്ലാവരും കൂട്ടത്തോടു കൂടി ആ ആശുപത്രിയിലേക്ക് ചെല്ലുവാനുള്ള സാധ്യതയുമുണ്ട്. അവിടെ ചികിത്സ കിട്ടും. അതിനകത്ത് ബില്ല് കൂട്ടിയിട്ട് 10% കുറച്ചു കൊടുക്കുമ്പോൾ തന്നെ
ആൾക്കാർക്ക് എന്തോ നേട്ടം കിട്ടിയതുപോലെ തോന്നുകയും ചെയ്യും. അതാണ് അവസ്ഥ. നല്ല പറ്റിപ്പാണ്. എന്നാൽ ഇതൊരു വലിയ തട്ടിപ്പാണ് നടത്തുന്നത്. എന്നിട്ട് 1 വർഷം കഴിയുമ്പോൾ, അതായത് ഈ ജനങ്ങൾക്ക് ബില്ല് കൂട്ടിയിട്ട് കുറച്ചു കൊടുക്കുന്ന ഈ തരികിട കളിയിൽ അത്രത്തോളം രോഗികൾ അവിടെ എത്തുന്നതിലൂടെ 1 വർഷം തന്നെ കോടികൾ വരുമാനമായി ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഇത്ര കോടി രൂപയുടെ ചികിത്സാ സഹായം കൊടുത്തുവെന്നും കാട്ടി വലിയ പരസ്യം കൊടുക്കുകയും ചെയ്യും പത്രങ്ങളിലൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള വമ്പൻ തട്ടിപ്പുകളാണ് ഈ ക്യാൻസർ രോഗത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഈ ക്യാൻസറിനേക്കാൾ മാരകമായിട്ടുള്ള തട്ടിപ്പാണ് പാവങ്ങളെ ചൂഷണം ചെയ്ത് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള തട്ടിപ്പുകളിൽ ജാഗരൂകരാവുക. അത്തരത്തിൽ ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസറിൻ്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇവരുടെ മറ്റ് സ്വകാര്യ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഇവർ ഇതിനായി എത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി സർക്കാർ ഇതിനകത്ത് ചെയ്യേണ്ടത്, ഇതൊരു നല്ല ലക്ഷ്യത്തോടെ മാത്രമാണ് ഉള്ളത് എങ്കിൽ, നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ, ക്യാൻസർ ഡിറ്റക്ഷൻ മാത്രം പോരാ. ഏർലി ഡിറ്റക്ഷൻ നല്ലതാണ്, അത് വളരെ സ്വാഗതാർഹവുമാണ്. അതായത് പൊതുജനങ്ങൾക്ക് അവബോധം കൊടുക്കുക മാത്രമല്ല, പെട്ടെന്ന് രോഗം കണ്ടുപിടിക്കുക എന്നത്, അതായത് ഏർലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ജീവൻ്റെ വിലയുള്ള മണിക്കൂറുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. എത്ര വേഗം രോഗനിർണയം നടത്തുമോ അത്രത്തോളം നമുക്ക് പെട്ടെന്ന് ജീവൻ തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അതിനാൽ അത്തരത്തിലുള്ള അവയർനെസ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്. എന്നാൽ സർക്കാർ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കേണ്ടതും ചെയ്യേണ്ടതും ഡിറ്റക്ഷൻ മാത്രമാകരുത്. ആ ഡിറ്റക്ഷൻ ചെയ്യുന്നതിനൊപ്പം തന്നെ ചികിത്സ കൂടി നൽകേണ്ടതുണ്ട്. അത് പല കാറ്റഗറി അനുസരിച്ച് ചികിത്സ ലഭിക്കുവാനുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കേണ്ടതുമാണ്. അത് സൗജന്യമാണെങ്കിൽ അത്രയും നല്ലത്. എന്നാൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുണ്ടാകൂ. അല്ലെങ്കിൽ ആളുകളിൽ ഭീതി ഉണ്ടാക്കി ക്യാൻസർ രോഗികളെ കണ്ടുപിടിച്ച് സ്വകാര്യ ആശുപത്രികൾക്ക് ആളെ കൂട്ടിക്കൊടുക്കുന്ന പണി മാത്രമായി പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.